സുവിശേഷൻ എം സക്കറിയ കോട്ടയം എഴുതിയ ആത്മനിറവും അന്യഭാഷാ ഭാഷണവും എന്ന പുസ്തകത്തിലെ 24, 25, 26 അധ്യായങ്ങളാണ് ഇന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. അധ്യായം 24 അന്യഭാഷാ ഭാഷണം, തിരുവെഴുത്തിൽ അതിൻ്റെ സ്ഥാനമെന്ത്? ഉപദേശമായും ജീവിതപരമായും എല്ലാ കാലത്തും സഭ സുപ്രധാനമായി കരുതിക്കൊള്ളേണ്ട എല്ലാ മുഖ്യ വിഷയങ്ങൾക്കും അതതിൻ്റെ പ്രാധാന്യത്തിനനുസരണമായ വിധത്തിലുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉപദേശ വിശദീകരണങ്ങളും തിരുവെഴുത്തുകളിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി ക്രിസ്തീയ സ്നാനം എന്ന വിഷയം തന്നെ എടുക്കുക. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സ്നാനപ്പെടുത്തേണ്ടതാണെന്നും അവൻ സ്നാനപ്പെടേണ്ടതാണെന്നും വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന അനേക വേദഭാഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. സ്നാനത്തെപ്പറ്റി വ്യക്തമായ നിർദ്ദേശം നൽകുന്ന ഒന്നിലധികം കൽപ്പനകളും സ്നാനത്തിൻ്റെ സന്ദർഭം, രീതി മുതലായ കാര്യങ്ങൾ വിശദമാക്കുന്ന പല സ്നാനവേളകളും സുവിശേഷങ്ങളിലും പ്രവൃത്തികളുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനു പുറമെ ക്രിസ്തീയ സ്നാനത്തിൻ്റെ അർത്ഥം, ഉദ്ദേശം മുതലായ വിഷയങ്ങൾ ഉപദേശപരമായി പ്രതിപാദിക്കുന്ന റോമാലേഖനം ഉൾപ്പെടെ 6 ലേഖനങ്ങളിൽ സ്നാനത്തെപ്പറ്റി വിവിധ പരാമർശങ്ങളുമുണ്ട്. എന്നാൽ അതേസമയം പെന്തക്കോസ്തൽ ലോകത്തിൻ്റെ പ്രശംസാ വിഷയമായ മറുഭാഷാ ഭാഷണത്തെപ്പറ്റി വളരെ പരിമിതമായ ചില വാക്കുകൾ മാത്രമേ മർക്കോസിൻ്റെ സുവിശേഷത്തിലും പ്രവൃത്തികളുടെ പുസ്തകത്തിലുമായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത് കുറിക്കൊള്ളേണ്ടതാണ്. ലേഖനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഒരേ ഒരു ലേഖനത്തിൽ, കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനത്തിൽ മാത്രമേ അന്യഭാഷാ ഭാഷണത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. അസ്ഥാനത്ത് അവിഹിതമായും ക്രമരഹിതമായും ഭാഷാവരം ഉപയോഗപ്പെടുത്തി സഭയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതിനുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണത് പറഞ്ഞിട്ടുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലാകട്ടെ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്ന വിവിധ അടയാളങ്ങളിൽ ഒന്നായി മാത്രമേ ആ ഭാഗത്ത് കർത്താവ് പുതുഭാഷണത്തെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അന്യഭാഷാ ഭാഷണം ഉൾപ്പെടെ അവിടെ പറയുന്ന ഒരടയാളത്തിനും പരിശുദ്ധാത്മ സ്നാനവുമായി എന്തെങ്കിലും പ്രത്യേക ബന്ധമുണ്ടായിരിക്കുമെന്നുള്ള വിദൂര സൂചന പോലും അവിടെയില്ല. ചുരുക്കി പറഞ്ഞാൽ സഭയിൽ നൽകപ്പെടുന്ന വിവിധ വരങ്ങൾ ഒന്നു മാത്രമാണ് അന്യഭാഷാ ഭാഷണശേഷി എന്ന വ്യക്തം. കൊർന്നല്യോസിൻ്റെ ഭവനത്തിലുണ്ടായ സംഭവം പിന്നീട് പത്രോസ് വിവരിക്കുന്ന 2 സന്ദർഭങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ട്. പ്രവൃത്തി 11-15 മുതൽ 17 വരെയും 15-7 മുതൽ 11 വരെയും നോക്കുക. ഈ 2 ഭാഗത്തും മറുഭാഷാ ഭാഷണത്തിന് പത്രോസിൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും പ്രത്യേക സ്ഥാനം കൊടുത്ത് വിവരിക്കുന്നതായി കാണുന്നില്ല. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നടന്ന അന്യഭാഷാ സംസാരത്തിനല്ല, യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ചവർക്കെന്ന പോലെ ജാതികൾക്കും പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിച്ചു എന്നുള്ള വസ്തുതയ്ക്കാണ് വിവരണങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിഗണന കൊടുത്തിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അന്യഭാഷാ ഭാഷണത്തെയും പരിശുദ്ധാത്മ പ്രാപണത്തെയും ചേർത്ത് ബന്ധിച്ച് വിശ്വാസികളെല്ലാവരും അന്യഭാഷ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും എടുത്തു പറയുന്ന ഒറ്റ വാക്യം പോലും ചരിത്രം വിവരിക്കുന്ന പ്രവൃത്തികളുടെ പുസ്തകത്തിലുമില്ലെന്നും മറക്കുവാൻ പാടില്ല. ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ പ്രത്യേക പ്രസ്ഥാനങ്ങളുടെ നട്ടെല്ലും ജീവനാഡിയുമായി പ്രകീർത്തിക്കുന്ന മറുഭാഷാ ഭാഷണത്തിന് അവർ ആധാരം തരുന്ന പ്രവൃത്തികളുടെ പുസ്തകം പോലും താരതമ്യേന വളരെ അപ്രധാനമായ സ്ഥാനം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നത് കുറിക്കൊള്ളേണ്ടത് തന്നെയാണ്. ഈ വിഷയത്തെപ്പറ്റി കുറേ ദീർഘമായി വ്യവഹരിച്ചിട്ടുള്ളത് കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനത്തിലാണ്. അവിടെ ഒരുത്തനൊന്നും മറ്റൊരുത്തന് വേറൊന്നുമായി പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്നത് പോലെ ഓരോരുത്തരും വിഭജിച്ചു കൊടുക്കുന്ന വിവിധ കൃപാവരങ്ങളിൽ ഒന്നാണ് പലവിധ ഭാഷകളെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആത്മവരങ്ങളെയും അവയുടെ സ്ഥാനങ്ങളെയും കുറിച്ച് മൊത്തത്തിലും ഭാഷാവരത്തെയും അതിൻ്റെ ഉപയോഗക്രമത്തെയും പറ്റി പ്രത്യേകമായും കൊരിന്തിയ വിശ്വാസികൾ അജ്ഞരായിരുന്നതായിട്ടാണ് കാണുന്നത്. ആ സാഹചര്യത്തിൽ അവരെ ബോധവാന്മാരാക്കുവാനാണ് പൗലോസ് തുനിയുന്നത്. ശാസനയായിട്ടും നിർദ്ദേശങ്ങളായിട്ടും വിവരണമായിട്ടും അന്യഭാഷാ ഭാഷണത്തോട് ബന്ധപ്പെടുത്തി 3 അധ്യായങ്ങളിലായി പ്രത്യേക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിലും ആത്മപ്രാപണവും അന്യഭാഷാ ഭാഷണവും തമ്മിലോ ആത്മസ്നാനവും അന്യഭാഷാ ഭാഷണവും തമ്മിലോ എന്തെങ്കിലും പ്രത്യേക ബന്ധമുള്ളതായി ഒരു വാക്കുപോലും ആ ലേഖനത്തിലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അന്യഭാഷാ ഭാഷണ അനുഭവം എല്ലാവർക്കുമുള്ള അനുഭവമല്ല എന്ന് എത്രയും തെളിവായി 1 കൊരിന്ത്യർ 12:30 ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറോ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:13 എന്നെടുത്തു പറഞ്ഞിരിക്കുന്ന അതേ അധ്യായങ്ങളിൽ തന്നെയാണ് എല്ലാ വിശ്വാസികളും അന്യഭാഷ സംസാരിപ്പാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലെന്നുള്ള വസ്തുതയും ഉദാഹരണ സഹിതം അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ ശരീരത്തിലുള്ള പല അവയവങ്ങൾക്ക് അതതിൻ്റെ സ്ഥാനത്ത് വിലയും നിലയും ഉപയോഗവും ഉള്ളതുപോലെ എല്ലാ കൃപാവരങ്ങൾക്കും സന്ദർഭാനുസരണമായി അതതിൻ്റെ സ്ഥാനമുണ്ടെന്ന് ആ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതേസമയം
ഒരേ ശരീരത്തിൽ തന്നെ മാനമേറിയതും മാനം കുറഞ്ഞതും ബലമേറിയതും ബലം കുറഞ്ഞതും അങ്ങനെ ശ്രേഷ്ഠതാ വ്യത്യാസമുള്ള അവയവങ്ങൾ ഉള്ളതുപോലെ ശ്രേഷ്ഠതയുള്ള വരങ്ങളും താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞ വരങ്ങളുമുണ്ടെന്ന് അപ്പോസ്തലൻ സ്ഥാപിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷാ ഭാഷണത്തിനുള്ള വരം അതിശ്രേഷ്ഠ വരങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടേണ്ടതില്ലെന്നുള്ള പരമാർത്ഥമാണ് കൊരിന്ത്യ ലേഖനത്തിലെ പ്രതിപാദനങ്ങളിലൂടെ അപ്പോസ്തലൻ നൽകുന്ന ഒരു പാഠം. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ ഏകദേശം 8 പരം പ്രാവശ്യം അന്യഭാഷാപരവും പ്രവചനപരവും തമ്മിൽ താരതമ്യപ്പെടുത്തി പ്രവചനപരം അന്യഭാഷാപരത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്യഭാഷാ ഭാഷണത്തെപ്പറ്റിയുള്ള പൗലോസിൻ്റെ ആലോചനകൾ തിരുവെഴുത്തുകളിൽ അവസാനമായി രേഖപ്പെടുത്തുമ്പോഴും അന്യഭാഷാപരം ലഭിച്ചിട്ടുള്ളവർ ക്രമപ്രകാരം ഉചിതമായ വിധത്തിൽ സംസാരിക്കുന്നത് വിലക്കേണ്ടതില്ലെന്ന് പറയുന്നതല്ലാതെ അന്യഭാഷാപരം വാഞ്ചിക്കണമെന്നോ ആത്മസ്നാനത്തിൻ്റെ അടയാളമായിട്ടെങ്കിലും അന്യഭാഷ സംസാരിക്കണം എന്ന് ഉപദേശിക്കുന്നതായിട്ടോ കാണുന്നില്ലെന്നുള്ളത് എത്രയോ ശ്രദ്ധേയമാണ്. അന്യഭാഷാ ഭാഷണത്തെപ്പറ്റി പ്രത്യേകം പ്രതിപാദിച്ചിട്ടുള്ള ഭാഗത്താണ് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ, വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ, അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പിൻ എന്നിങ്ങനെ തുടരെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിന്നുപോകുന്ന ഭാഷാപരത്തോടുകൂടെ നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചനപരത്തെപ്പറ്റി പോലും വാഞ്ചിപ്പീനെന്ന് പറഞ്ഞിട്ടും ഭാഷാപരത്തെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ല. അതും വിശ്വാസികളെ ചിന്തിപ്പിക്കേണ്ടതല്ലേ. അധ്യായം 25. അന്യഭാഷ സംസാരിക്കാതെ ആത്മനിറവിൽ പ്രസംഗിച്ചവർ. ചാൾസ് ഫിന്നി, മൂഡി, ടോറി, സ്പർജൻ, ബില്ലി ഗ്രഹാം മുതലായി അന്യഭാഷാ ഭാഷണാനുഭവം കൂടാതെ ആത്മാവ് നിറഞ്ഞവരായി ആയിരക്കണക്കിന് ആത്മാക്കളെ നേടിയ കർത്തൃദാസന്മാർ എന്താണ് സാക്ഷിക്കുന്നത്? വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനിഷേധ്യങ്ങളായ അനവധി ചരിത്ര സംഭവങ്ങളുടെ വെളിച്ചത്തിലും സ്പഷ്ടമായ വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും യുക്തിയുക്തമായ ന്യായങ്ങളുടെ പിൻബലത്തോടുകൂടിയും അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മ നിറവിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമല്ലെന്നുള്ള സത്യം നിഷ്പക്ഷമതികളായ ഏവർക്കും ബോധ്യപ്പെടത്തക്കവണ്ണം മുൻ അധ്യായങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോക സുവിശേഷീകരണ രംഗത്തും വിവിധ ക്രിസ്തീയ പ്രവർത്തന മണ്ഡലങ്ങളിലും കർത്താവിൻ്റെ കരങ്ങളിൽ അതിശ്രേഷ്ഠമായി ഉപയോഗപ്പെട്ടിട്ടുള്ള വിലയേറിയ ദൈവഭൃത്യന്മാരുടെ ജീവിതങ്ങളും പ്രവർത്തനങ്ങളും സാക്ഷ്യങ്ങളും എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നവീകരണകാലം തുടങ്ങി ഇന്നയോളം ആത്മീയ നഭോമണ്ഡലത്തിൽ ഉജ്ജ്വലമായി ശോഭിച്ചിട്ടുള്ള ക്രിസ്തീയ പ്രവർത്തകരിൽ മിക്കവരുടെയും ജീവചരിത്രങ്ങളും വിശ്വാസ സാക്ഷ്യങ്ങളും ഉപദേശ നിലപാടുകളും രേഖകളായി തന്നെ ലഭിക്കുന്നതിന് ഇക്കാലത്ത് ബുദ്ധിമുട്ടില്ല. ആയിരക്കണക്കിന് ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് നേടിയിട്ടുള്ള ആ വിശ്വാസവീരന്മാർ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തിയിലും ആത്മനിറവിലുമാണ് കർത്താവ് അവരെ ഭരമേൽപ്പിച്ച ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നവീകരണകർത്താക്കളോ പിൽക്കാലത്തെ ലോകപ്രസിദ്ധ ഉണർവ് പ്രാസംഗികരായി പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള മറ്റ് കർത്തൃദാസന്മാരോ ആത്മനിറവിൻ്റെ അടയാളം അന്യഭാഷയാണെന്ന് ധരിക്കുകയോ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ ആത്മനിറവോടും ശക്തിയോടും കൂടെ ദൈവവചനം ഘോഷിക്കുകയും ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുകയും ചെയ്തു. മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉന്നത നിലവാരം പുലർത്തി വിശുദ്ധ ജീവിതം കാഴ്ചവെച്ച സാക്ഷ്യം നിലനിർത്തുവാനും അവർക്ക് പരിശുദ്ധാത്മാവ് കരുത്ത് നൽകി. ആത്മനിറവിൻ്റെയും ആത്മശക്തിയുടെയും മഹത്തായ ഫലങ്ങൾ ജീവിതത്തിലും പ്രവർത്തനത്തിലും പ്രതിഫലിപ്പിച്ച് കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ അവർ പ്രാപ്തരായി. മഹാനായ D.L. മൂഡി തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനായിരുന്നു. അദ്ദേഹം 10 ലക്ഷത്തോളം ആളുകളെ തൻ്റെ ശുശ്രൂഷ മുഖാന്തരം ക്രിസ്തുവിലേക്ക് നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ തൻ്റെ എഴുത്തുകളിലോ പ്രസംഗങ്ങളിലോ പരിശുദ്ധാത്മ നിറവും അന്യഭാഷാ ഭാഷണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെയോ he himself claimed that he had been definitely filled with the Holy Spirit. The marvelous ministry God gave him in soul-winning power proved his claim. Yet D.L. Moody never did speak in tongues. He did have a definite fullness of Holy Spirit. He definitely did not speak in tongues. To this, his own words and the testimony of his family, his co-workers and his biographers all agree. See page 234, The Power of Pentecost by Dr. John R. Rice, D.D. തനിക്ക് നിശ്ചയമായിട്ടും പരിശുദ്ധാത്മ നിറവ് ലഭിച്ചിട്ടുള്ളതായി മൂടി തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. ആത്മാക്കളെ നേടുന്നതിന് ദൈവം തനിക്ക് നൽകിയ അത്ഭുതകരമായ ശുശ്രൂഷ അതിന് തെളിവാണ്. എന്നാൽ നിശ്ചയമായും D.L. മൂടി ഒരിക്കൽ പോലും അന്യഭാഷ സംസാരിച്ചിട്ടില്ല. തൻ്റെ സ്വന്തം വാക്കുകളും തൻ്റെ കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സാക്ഷ്യങ്ങളും ഈ കാര്യം ശരിവയ്ക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ മോഡി എന്നതുപോലെ 18-ാം നൂറ്റാണ്ടിൽ ആത്മാക്കളെ നേടുന്നതിൽ മുമ്പനായിരുന്ന ചാൾസ് ഫിന്നിയും ആത്മനിറവോടെ ശക്തിയേറിയ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹവും ഒരിക്കൽ പോലും അന്യഭാഷ സംസാരിച്ചിട്ടില്ല.
വിശ്വാസികൾ അന്യഭാഷ പ്രാപിക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഫിന്നി ഈസ് ആൻ എക്സാമ്പിൾ ടു പ്രൂവ് ദാറ്റ് പീപ്പിൾ ക്യാൻ ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ജസ്റ്റ് ആസ് ദ ബൈബിൾ കമാൻഡ്സ് us to be without talking in tongues. പേജ് 234, ദ പവർ ഓഫ് പെന്തക്കോസ്റ്റ്. അന്യഭാഷാ ഭാഷണാനുഭവം ഇല്ലാത്ത ജനങ്ങൾക്ക് പരിശുദ്ധാത്മ നിറവ് പ്രാപിപ്പാൻ കഴിയുമെന്നുള്ളതിന് ഫിന്നി മതിയായ ഒരു ദൃഷ്ടാന്തമാണ്. ആധുനിക ലോകത്തിലെ വലിയ വേദപണ്ഡിതന്മാരിൽ ഒരാളും ശക്തിയേറിയ സുവിശേഷനും സുവിശേഷ ഘോഷണത്തിനായി ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ളയാളുമായിരുന്നു ഡോക്ടർ R.A. ടോറി. 1,00,000 ആളുകളെങ്കിലും താൻ മുഖാന്തരം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കാണുന്നത്. അന്യഭാഷ സംസാരിക്കാതെ ആത്മനിറവ് പ്രാപിച്ചാണ് താൻ ആ ശുശ്രൂഷ നിർവഹിച്ചതെന്ന് അദ്ദേഹം തന്നെ സാക്ഷിച്ചിട്ടുണ്ട്. ജോൺ വെസ്ലി, വൈറ്റ്ഫീൽഡ്, വില്ലർ ചാപ്മാൻ, ബില്ലി സൺഡേ, ജിപ്സി സ്മിത്ത് തുടങ്ങി മൈറ്റി സോൾ വിന്നേഴ്സ് എന്നറിയപ്പെടുന്ന അനേകരുടെ പേരുകൾ ഈ പട്ടികയിൽ ചരിത്ര സാക്ഷ്യങ്ങളോടെ നിരത്തുവാൻ കഴിയും. മഹാനായ C.H. സ്പർജൻ അന്യഭാഷ സംസാരിച്ച ആളല്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഡോക്ടർ ബോബ് ജോൺസ്, ഡോക്ടർ ചാൾസ് E. ഫുള്ളർ, ഡോക്ടർ റോബർട്ട് G. ലീ, ഡോക്ടർ എഡ്വിൻ ഓർ, ഡോക്ടർ ബില്ലി ഗ്രഹാം തുടങ്ങി ലക്ഷക്കണക്കിന് ആത്മാക്കളെ നേടിയ കരുത്തന്മാരായ ദൈവദാസന്മാരുടെ പേരുകൾ എങ്ങനെ വിസ്മരിക്കുവാൻ കഴിയും? ഇവരെല്ലാവരും ആത്മനിറവില്ലാതെയാണ് വേല ചെയ്തതെന്ന് സുബോധമുള്ളവർ ആരെങ്കിലും പറയുമോ? ഇവരാരും ഭാഷാവരം ലഭിച്ചവരോ അന്യഭാഷാ ഭാഷണത്തോടുകൂടി ആത്മനിറവ് പ്രാപിക്കണമെന്ന് ഉപദേശിച്ചവരോ അല്ലെന്ന് സ്പഷ്ടമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ജനിച്ച് ജീവിച്ച് ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടിയ വിലയേറിയ ദൈവദാസന്മാരായിരുന്നു മഹാകവി KV സൈമൺ, കൊച്ചുകുഞ്ഞ് ഉപദേശി തുടങ്ങി വളരെ ആത്മീയമല്ലന്മാർ. അന്യഭാഷ സംസാരിക്കുന്നവരല്ലായിരുന്നതുകൊണ്ട് അവർ ആത്മനിറവില്ലാത്ത ചത്ത സുവിശേഷന്മാരായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ആകയാൽ അന്യഭാഷകൾ സംസാരിച്ചിട്ടില്ലാത്ത വിശ്വാസികൾ ആത്മാവ് പ്രാപിക്കാത്തവരും ഒന്നോടെ ആത്മനിറവില്ലാത്തവരുമാണെന്നുള്ള പെന്തക്കോസ്ത് വിശ്വാസികളുടെ ഉപദേശം ദൈവജനത്തെ മാത്രമല്ല ദൈവജനത്തെയും അപമാനിക്കുന്ന ദുരുപദേശം തന്നെയാണ്. അധ്യായം 26, ആത്മനിറവിൻ്റെ അടയാളം. ജീവിത വിശുദ്ധി പാലിച്ച് ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുന്നതും ആത്മീയ ശുശ്രൂഷകൾ ഫലകരമായി നിർവഹിക്കുന്നതും തന്നെയാണ് ആത്മനിറവിൻ്റെ അടയാളം. അന്യഭാഷാ ഭാഷണാനുഭവവും ഇല്ലാതെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ട് ഏറ്റവും ഫലകരവും അത്യന്തം മഹത്തരവുമായ വിധത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങളും ക്രിസ്തീയ ശുശ്രൂഷകളും നിവർത്തിച്ച അനവധി വിലയേറിയ ദൈവദാസന്മാരുടെ ചരിത്രങ്ങളും അവരെപ്പറ്റിയുള്ള സാക്ഷ്യങ്ങളുമാണ് കഴിഞ്ഞ അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇനി പഴയ നിയമത്തിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ടുള്ള വ്യക്തികളെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള അനിഷേധ്യങ്ങളായ ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം. പുറപ്പാട് 28:3 അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചതായി നാം കാണുന്നു. ആത്മനിറവിനെക്കുറിച്ച് അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണിത്. ആത്മാവിനെ പ്രാപിച്ചവരും ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ചിരുന്നവരുമായ അനേകർ അക്കാലത്തുണ്ടായിരുന്നു എന്നുകൂടി വ്യക്തമാക്കുന്ന വാക്കുകളാണിവ. സമാഗമന കൂടാരത്തിൻ്റെ പണികളും അതിനോടനുബന്ധിച്ചുള്ള പലവിധമായ ദൈവിക വേലകളും നിവർത്തിപ്പാൻ പ്രാപ്തരാകേണ്ടതിനാണ് ദൈവം അവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതെന്ന് സ്പഷ്ടമാണ്. ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് പുറപ്പാട് 31:2-5 വരെ വാക്യങ്ങളിലും പറയുന്നു. പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെപ്പറ്റി പഠിക്കുന്ന ഏതൊരു വേദപഠിതാവിനും ബൈബിളിൽ ആദ്യമായി ആത്മനിറവ് എന്ന പദം കാണപ്പെടുന്ന പുറപ്പാട് പുസ്തകത്തിലെ ഈ ഭാഗങ്ങൾ അവഗണിച്ച് കളവാൻ സാധ്യമല്ല. പുരോഹിതനായ അഹരോനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കുന്ന ജോലി ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ചിട്ടുള്ള ഈ ജ്ഞാനികളുടെ ചുമതലയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എക്കാലത്തും ദൈവം തൻ്റെ ദാസന്മാരെ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നത് അവർ കർത്താവിൻ്റെ വേലയ്ക്ക് കൂടുതൽ ശക്തിയും ജ്ഞാനവും പ്രാപിച്ച് അവൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി ശോഭിക്കേണ്ടതിനാണ്. സാക്ഷ്യകൂടാരത്തിലെ അതിവിശിഷ്ടമായ കൊത്തുപണികൾ ചെയ്യുവാനും കൗശലപ്പണികൾ സങ്കല്പിച്ച് എല്ലാത്തരം ശില്പവേലകളും നിവർത്തിപ്പാനുമുള്ള അസാധാരണമായ കഴിവും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള പ്രാപ്തിയും മറ്റുമാണ് പരിശുദ്ധാത്മ നിറവുകൊണ്ട് ബസലേൽ, ഹോലിയാബ് മുതൽ പേർക്ക് നൽകപ്പെട്ടത്. പുറപ്പാട് 35:34-35 വാക്യങ്ങൾ. മുകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ ആത്മനിറവ് പ്രാപിച്ചവരെക്കുറിച്ച് ഈ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യം ഇസ്രായേലിൻ്റെ പുരോഹിതനെ ശുദ്ധീകരിക്കുന്ന മഹത്തായ വേലയിൽ ദൈവത്തോടുകൂടി അവർക്കൊരു പങ്ക് വഹിപ്പാൻ കഴിയുമെന്നാണ്. എത്രയോ ശ്രേഷ്ഠമായ പദവി!
ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ ആയിരിക്കുക, ആത്മാവിനാൽ നിറയപ്പെടുക. എത്ര അനുഗ്രഹമായ കാര്യം! പെട്ടെന്ന് ഒരു നിമിഷത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ശാരീരിക ചേഷ്ടകളോ താൽക്കാലികമായ ഏതെങ്കിലും പ്രത്യക്ഷ അടയാളങ്ങളോ അല്ല. സുസ്ഥിരവും അതിശ്രേഷ്ഠവുമായ കഴിവുകളാണ് ആത്മനിറവ് കൊണ്ട് ലഭിക്കുന്നത്. പഴയ നിയമത്തിൽ ആത്മനിറവ് പ്രാപിച്ച വ്യക്തി എന്ന നിലയിൽ അടുത്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവദാസനായ യോശുവയുടെ കാര്യമാണ്. നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. ആവർത്തനം 34:9 എന്നത്രേ പറയുന്നത്. ഈ യോശുവ നേരത്തെ തന്നെ യഹോവയുടെ ആത്മാവുള്ള പുരുഷനായിരുന്നു. എന്നാൽ യഹോവയുടെ ദാസനായ മോശയ്ക്ക് അവൻ്റെ മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ മോശ യഹോവയോട് യഹോവയുടെ സഭ ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും ഒരാളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടു. അപ്പോൾ യഹോവ മോശയോട് യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് നിൻ്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വയ്ക്കണം എന്നാജ്ഞാപിക്കുകയും മോശ അങ്ങനെ ചെയ്യുകയും ചെയ്തു. സംഖ്യ പുസ്തകം 27:16-23 വരെയുള്ള വാക്കുകൾ നോക്കുക. അങ്ങനെ യോശുവ ആത്മാവിനാൽ നിറഞ്ഞവനായി തീർന്നു. ഇങ്ങനെ യോശുവ ആത്മാവിനാൽ നിറയപ്പെട്ട ഉടൻ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും അടയാളം ഉണ്ടായതായോ തൽക്ഷണം എന്തെങ്കിലും പ്രവർത്തിച്ചതായിട്ടൊന്നും കാണുന്നില്ല. ആ ആത്മനിറവിൻ്റെ അനന്തരഫലം മോശയ്ക്ക് പകരം മോശയെപ്പോലെ ജനത്തെ നടത്തുവാനുള്ള പ്രാപ്തി ലഭിച്ചു എന്നുള്ളതാണ്. സുദീർഘവും സുസ്ഥിരവുമായ ശുശ്രൂഷയ്ക്കും സേവനത്തിനും വേണ്ടിയുള്ള ഒരു ശക്തീകരണം, ഒരു പുതിയ സമർപ്പണവും അംഗീകാരവും, യോശുവയുടെ തുടർന്നുള്ള ജീവിതം, കനാനിലേക്കുള്ള പ്രവേശനം, യുദ്ധവിജയങ്ങൾ, ദേശം കൈവശപ്പെടുത്തൽ, അവകാശ വിഭജനം ഇവയെല്ലാം സുഗമമാക്കി തീർക്കുവാനും ആ ആത്മനിറവ് അവന് സഹായമായി ഭവിച്ചു. ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയായി പഴയ നിയമത്തിൽ ഒടുവിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മീഖാ പ്രവാചകനെക്കുറിച്ചാണ്. എങ്കിലും ഞാൻ യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മീഖാ 3:8. ഇവിടെ മീഖാ പ്രവാചകനെ ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പ്രവാചകൻ തന്നെ തെളിവായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് പരീശന്മാരെയും സദൂക്യരെയും നിർഭയം നേരിട്ട യോഹന്നാൻ സ്നാപകനെ പോലെ ഇസ്രായേൽ ജനത്തിന് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ചൂണ്ടിക്കാട്ടി അവർക്കും അവരുടെ ദേശത്തിനും വരുവാൻ പോകുന്ന നാശത്തെപ്പറ്റി മീഖാ മുന്നറിയിപ്പ് നൽകി. അവൻ ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. മശിഹായുടെ ജനനത്തെപ്പറ്റിയും ജനന സ്ഥലത്തെപ്പറ്റിയും പ്രവചിച്ചു. സിയോൻ പുത്രിയുടെയും യെരുശലേമിൻ്റെയും യഥാസ്ഥാന കാലത്തെപ്പറ്റിയും അവൻ വിളിച്ചറിയിച്ചു. അതായിരുന്നു ആത്മനിറവിൻ്റെ ഫലങ്ങൾ. പഴയ നിയമത്തിലെ ആത്മാവ് പ്രാപിച്ചിട്ടുള്ളവരും ആത്മാവുമേൽ വന്നിട്ടുള്ളവരുമായ അനേകരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രത്യേകമായി ആത്മാവിനാൽ നിറയപ്പെട്ടവർ എന്ന നിലയിൽ മേൽപ്പറയപ്പെട്ട പേരുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേദപുസ്തകത്തിൽ നിന്ന് പരിശുദ്ധാത്മ നിറവിനെപ്പറ്റി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന സത്യാന്വേഷിയായ ഏതൊരു ദൈവവേദനും മേൽപ്പറഞ്ഞ വ്യക്തികളുടെ അനുഭവങ്ങൾ ഉത്തമമായ പാഠങ്ങളായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അതിലൊരു ഭാഗത്തുപോലും ആത്മനിറവിന് ഏകവും പ്രത്യക്ഷവുമായ അടയാളം ഉണ്ടെന്നും അത് അന്യഭാഷാ ഭാഷണമാണെന്നുള്ള പെന്തക്കോസ്തുകാരുടെ ഉപദേശത്തെ പിന്താങ്ങുന്ന സൂചന പോലും ഇല്ലെന്നുള്ളതാണ്. സുവിശേഷങ്ങളിലും പ്രവൃത്തികളുടെ പുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളിലും എഫേസ്യ ലേഖനത്തിലും നാം വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്നതും ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുന്നതും ആത്മീയ ശുശ്രൂഷകൾ ഫലകരമായി നിർവഹിക്കുന്നതും വിശുദ്ധ ജീവിതം നയിക്കുന്നതും മറ്റുമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും അടയാളങ്ങളും.